നമസ്കാരം. എല്ലാവർക്കും ശ്രീരാമനാമം അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നാളെ മുതലേ നമ്മളെല്ലാവരും രാമായണം പാരായണം ചെയ്യാൻ തുടങ്ങുന്നു. തുഞ്ചത്ത് എഴുത്തച്ഛൻ എഴുതിയ അധ്യാത്മരാമായണമാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഇതെന്താ ക്വിസ് മത്സരമാണോ എന്നൊക്കെ ചോദിച്ചാൽ അല്ല കേട്ടോ. ഈ അധ്യാത്മരാമായണം അത് സംസ്കൃതത്തിലാണ് എഴുതിയത്. അത് എഴുതിയത് ആരാണ്? അതിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തമായിട്ടുള്ള ഉത്തരം ലഭിച്ചിട്ടില്ല. പക്ഷേ രാമായണം എഴുതിയത് ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടൻ മറുപടി വരും വാൽമീകി. വാൽമീകി രാമായണം എഴുതുന്നതിന് മുമ്പുള്ള ചരിത്രം നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ബ്രഹ്മാവിൻ്റെ ലോകത്ത്, സത്യലോകത്ത് വാൽമീകിക്ക് മുമ്പ് തന്നെ 100 കോടി ശ്ലോകങ്ങളുള്ള രാമായണം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ രാമായണം എങ്ങനെ മാനവലോകത്തേക്ക് എത്തിക്കും എന്നൊരു ചോദ്യം ബ്രഹ്മാവിന് മുൻപിൽ ഉണ്ടായിരുന്നു. ആ സമയത്താണ് തമസ നദിയുടെ തീരത്ത് ഒരു സംഭവം നടക്കുന്നത്. അതായത് വാൽമീകി മഹർഷിയുമായി ബന്ധപ്പെട്ട സംഭവമാണത്. രത്നാകരനിൽ നിന്നും മഹർഷിയിലേക്കുള്ള വളർച്ച നേടിയ വാൽമീകി മഹർഷി ഒരു ദിവസം തമസ നദിയിലെ സ്നാനത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. ആ സമയത്ത് അവിടെ ഒരു ക്രൗഞ്ച മിഥുനം, 2 ഇണക്കിളികളാണ്. ആ ഇണക്കിളികളിൽ ഒന്നിനെ ഒരു വേടൻ അമ്പ ചെയ്ത് താഴെയിട്ടു. ഇത് കണ്ട സമയത്ത് മറ്റേ കിളി അത് വല്ലാതെ വിലപിക്കുകയാണ്. ഈ ഒരു വിലാപം ഈ മഹർഷിയുടെ മനസ്സിനെ വല്ലാതെ ബാധിച്ചു. ആ സമയത്ത് ആ വേടനെ ശപിച്ചുകൊണ്ട്, നിനക്ക് എല്ലാ നാശവും സംഭവിക്കട്ടെ, ഒരു കീർത്തിയും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ശപിച്ചുകൊണ്ട് വാൽമീകി മഹർഷി ചൊല്ലിയ ആ ശ്ലോകം വളരെ പ്രശസ്തമാണ്. മാ നിഷാദ പ്രതിഷ്ഠാന്ത്വമഗമ ശാശ്വതീ സമാം യത് ക്രൗഞ്ചമിഥുനാദേകമവധി കാമമോഹിതം എന്ന്. അപ്പോ ഇത് ആ ശ്ലോകത്തിൽ നിന്നാണ് പെട്ടെന്ന് വാൽമീകി മഹർഷിയുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ശ്ലോകമായി മാറുകയായിരുന്നു. പക്ഷേ അവിടെ മറ്റൊരു അത്ഭുതം സംഭവിച്ചു. ആ ഒരു ശ്ലോകം അനുഷ്ടുപ്പ ഛന്ദസ്സിലുള്ള അതിമനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. ഇത് ബ്രഹ്മാവ് കേൾക്കുകയാ. ഉടൻ തന്നെ ഈ രാമായണം മനുഷ്യർക്ക് വേണ്ടി രചിക്കാൻ ആരാണ് ഏറ്റവും ഉത്തമനായിട്ടുള്ള വ്യക്തി എന്നുള്ളതിന് ബ്രഹ്മാവിന് മറുപടി കിട്ടുകയാ. അത് ഈ വാൽമീകി മഹർഷി തന്നെ. അങ്ങനെയാണ് വാൽമീകി മഹർഷി രാമായണം രചിക്കാനുണ്ടായിട്ടുള്ള സാഹചര്യം. അതേ സമയത്ത് വാൽമീകി മഹർഷി രാമായണ രചന നടത്തിയതിന് ശേഷം ഈ ഭാരതത്തിലെ എല്ലാ ഭാഷകളിലും, എല്ലാ ഗോത്രങ്ങൾക്കിടയിലും, എല്ലാ പ്രദേശങ്ങളിലും ആയിരക്കണക്കിന് രാമായണങ്ങൾ ഉണ്ടായി. അതില് ഈ ഒന്നാണ് ഈ അധ്യാത്മ രാമായണം മൂലം. അത് ഏതോ ഒരു മഹാമുനിയാണ് എഴുതിയത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷെ നമ്മൾ ഈ ഒരു രാമായണം പാരായണം ചെയ്യാനിരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം. എത്രയോ ശ്രേഷ്ഠരായിട്ടുള്ള ഗുരുക്കന്മാരാണ്, മഹാമുനിമാരാണ് നമുക്ക് ഇതേപോലെയുള്ള അറിവ് പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ തപസ്സാധനയെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അവരുടെ ഒക്കെ പാദങ്ങളിൽ നമിച്ചുകൊണ്ട് വേണം നാളെ നമ്മൾ ഈ രാമായണ പാരായണത്തിന് ശുഭാരംഭം കുറിക്കുവാൻ. എല്ലാവർക്കും എല്ലാ അനുഗ്രഹവും ശ്രീരാമ ഭഗവാൻ നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.